ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാജി നായർകുഴി. എല്ലാവർക്കും എ വി ക്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് റിബൺ കൊണ്ടുള്ള ഒരു ആർട്ട് വർക്കാണ്, ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 45 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു 4 പീസാണ് എടുത്തിരിക്കുന്നത്. 4 ബ്ലൂ പീസാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു 15 സെൻറ്റിമീറ്ററോളം വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഒരു 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിയിട്ട് വയ്ക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ രണ്ടറ്റവും ഞാൻ ഇതുപോലെ നല്ലപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള വേറൊരു കളറുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ 15 സെൻറ്റിമീറ്ററിൽ മടക്കി വെച്ച ഈ ഭാഗം അത് മുകളിലോട്ട്, അതായത് മുൻവശത്തേക്ക് വരുന്ന രീതിയിൽ ആണ് നമ്മളെല്ലാ റിബണും പിടിക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇനി ഒരെണ്ണം ഇതിൻ്റെ അടിയിൽ വയ്ക്കാം. ഇനി നമ്മൾ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോസ് ഉണ്ട്, അതിനകത്ത് ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് കോർത്തെടുക്കേണ്ടത് എന്നൊക്കെ. ആ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിനകത്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകും. ഒരെണ്ണം നമ്മൾ ഇതിന് ഉള്ളിൽ വെച്ചതിന് ശേഷം ഒരെണ്ണം അതേപോലെ തന്നെ പുറത്തും വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത്. ഇതിനകത്തൂടെ കോർത്തിട്ട് ഈ ഒരു പീസ് നമ്മളിപ്പോൾ എടുത്തു വെച്ച് ഈ ഒരു പീസ് ഇതിനുള്ളിലൂടെ വലിച്ചെടുക്കണം. ഇതുപോലെ വലിച്ച് പുറത്തെടുത്തിട്ട് ശേഷം നമുക്കിത് 4 സൈഡും ഒന്ന് പതുക്കെ വലിച്ചു കൊടുത്താൽ ഇത് ഒരു ലോക്കായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നു. ഇതുപോലെ പതുക്കെ വലിക്കാവും. പതുക്കെ വലിച്ചത് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഇനി നമ്മൾ ചെറിയ പീസെല്ലാം ഇതുപോലെ മടക്കിയിട്ട് വയ്ക്കുക. ചെറിയ 4 പീസ് ഇതുപോലെ മടക്കുക. നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് മടക്കുന്നതെന്ന്. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൽ വരുന്ന ലാസ്റ്റ് പീസ് ഇതുപോലെ നമ്മൾ കോർത്തെടുത്താൽ ഇത് നല്ലപോലെ ടൈറ്റായിട്ട് നിൽക്കും. ഇനി നമുക്കിതൊന്ന് സൈഡ് മാറ്റിയിട്ട് പിടിക്കാം. സൈഡ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ചെറിയ പീസ് ഇതെല്ലാം ഒന്നുകൂടെ ഇതിനകത്ത് കൂടെ കോർത്തെടുത്ത് കഴിഞ്ഞാൽ അധികം വലിച്ച് ടൈറ്റ് ചെയ്യരുത്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് കോർത്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ പീസെല്ലാം നല്ലപോലെ ടൈറ്റായിട്ടിരിക്കുകയാണ്. പീസെല്ലാം കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ സൈഡ് മാറ്റിയിട്ട് പിടിക്കാം. ഇനി നമുക്ക് ഈ വലിയ പീസ് എടുത്തിട്ട് നമ്മുടെ വലതുവശത്തേക്ക് തന്നെ മടക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ മടക്കുക. ഇതുപോലെ പതുക്കെ മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ പിടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ മടക്കിയ ഈ റിബണിൻ്റെ തന്നെ എൻഡ് ഇതുപോലെ നേരെ വേറെ എങ്ങോട്ടും മടങ്ങാതെ തന്നെ നേരെ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മടക്കാനെടുത്ത ഈ റിബണിൻ്റെ നേരെ അടിയിലുള്ള ഈ ഒരു പീസിനകത്തേക്ക് കോർത്തെടുക്കുക. കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് മടങ്ങാതെയോ ചുളിഞ്ഞു പോകാതെയൊക്കെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് കോർത്തെടുക്കണം. ഇതുപോലെ പതുക്കെ കോർത്തെടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ 4 പീസും ഇതുപോലെ മടക്കിയിട്ട് കോർത്തെടുക്കുക. നിങ്ങൾ മടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ മടക്കണം. ഓരോ മടക്കും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഇതിൻ്റെ ഇതൾ വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇത് മടക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ വർക്ക് തെങ്ങോല കൊണ്ടും കൈതോല കൊണ്ടും ഒക്കെ ചെയ്യാം. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് തെങ്ങോല കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ തെങ്ങോലയാകുമ്പോൾ കൂടുതൽ സേഫായിട്ട് വലിച്ചെടുക്കാനൊക്കെ പറ്റും. ഇതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കുമല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തെങ്ങോല ഉപയോഗിച്ച് വർക്ക് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും.
പ്ലാസ്റ്റിക് റിബൺ നമ്മുടെ അടുത്തുള്ള കടയിലൊന്നും കിട്ടില്ലെങ്കിൽ നമുക്കത് ഫ്ലിപ്കാർട്ടിനകത്തോ അതുപോലെ ആമസോണിനകത്തോ ഒക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് 4 പീസ് ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ 4 പീസ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ചെറിയ ഇതളുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസ് എടുത്തിട്ട്, അതായത് 15 സെൻറ്റി നീളമുള്ള പീസ് എടുത്തിട്ട് ഇതിനകത്ത് ഓരോ വലിയ ബ്ലൂ റിബണിൻ്റെ അടിയിലേക്കും ഇങ്ങനെ കയറ്റി ചേർത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 4 പീസ് നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഈ ഓരോ പീസുകളും, അതായത് ഈ ബ്ലൂ പീസും അതുപോലെ തൊട്ടടുത്ത് വരുന്ന ഈ ചെറിയ പീസൂടെ ചേർത്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഒന്നിൻ്റെ മേലെ ഒന്ന് കയറ്റി ഒരു ജോഡിയുടെ മേലെ കയറ്റി വെച്ചിട്ട് ഇതുപോലെ പിടിച്ചു കൊടുക്കാം. ഇതെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇനി നമ്മളിതെല്ലാം ചേർത്ത് പിടിച്ചതിന് ശേഷം ഒരെണ്ണം പോലും മിസ്സാവാതെ ഇതുപോലെ ചേർത്ത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 8 പീസുണ്ട്. 8 പീസും കയ്യിൽ നിന്ന് മിസ്സാവാത്ത രീതിയിൽ ചേർത്ത് പതുക്കെ നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പതുക്കെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരെണ്ണം പോലും മിസ്സാവരുത്. അപ്പോൾ നമുക്ക് ഇടത് കൈയിലെ വിരൽ അവിടെ വെച്ചിട്ട് പതുക്കെ അധികം പ്രസ്സാവാത്ത രീതിയിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. കാരണം ഇത് അധികം ടൈറ്റ് ആവരുത്. ടൈറ്റായി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ പീസായിരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോപ്പിലുണ്ടാവുക. ഇത്രയും മതി. നമുക്ക് ഇതിവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഈ ചെറിയ പീസാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. ഇനി ഇത് എടുത്തിട്ട് നേരെ ഇതുപോലെ മടക്കിയിട്ട് നേരെ താഴെ നമ്മൾ ഇതുപോലെ തന്നെയുള്ള പീസ് ജോയിൻ ചെയ്ത് വെച്ച അവിടെ അതുവഴി തന്നെ കോർത്തെടുക്കാം. ഇതിനകത്തൂടെ കോർത്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിനകത്തൂടെ കോർത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് നേരെ വരുന്നത് ഇവിടെ ആയിരിക്കും, ഇതിനടിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കത് മടങ്ങാതെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ വലിച്ചെടുക്കണം. ഇനി ഒരെണ്ണം കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വലിയ ബ്ലൂ പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് തൊട്ടടുത്തുള്ള ചെറിയ പീസ് ഇതുപോലെ കോർത്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ 4 ചെറിയ പീസുകൾ കോർത്തെടുക്കണം. കോർത്തെടുക്കുമ്പോൾ നമ്മൾ കോർത്തെടുക്കുമ്പോൾ ഈ ബ്ലൂ പീസ്, അതായത് വലിയ പീസ് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് വിടാം. അതിന് ശേഷമായിരിക്കണം ചെറുതിനെ നമ്മൾ ഇതുപോലെ കോർത്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ 4 പീസ് ചെറിയ 4 പീസ് നമ്മൾ കോർത്തെടുത്ത് കഴിഞ്ഞു. ഇനി അത് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ വലിയ റിബൺ എടുത്തിട്ട് ഈ വലിയ റിബൺ ഇതുപോലെ മടക്കുക. ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതുപോലെ പുറത്തേക്ക് ഇതുപോലെ പതുക്കെ മടക്കിയിട്ട് ഇതേ സൈഡ് തന്നെ ആ റിബണിൻ്റെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചെറിയ റിബൺ കോർത്ത അതേ വഴിയിലൂടെ തന്നെ ഈ വലിയ റിബണും കോർത്തെടുക്കുക. അതുപോലെ പതുക്കെ മടക്കിയിട്ട് അതിൻ്റെ നമ്മളിപ്പോൾ ഈ പിങ്ക് കളർ റിബൺ കോർത്തെടുത്ത് അതേ
വഴിയിലൂടെ തന്നെ ഇതുപോലെ പതുക്കെ കോർത്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ 4 പീസും ഇതുപോലെ തന്നെ മടക്കിയിട്ട് നേരത്തെ കോർത്ത് അതേ വഴിയിലൂടെ തന്നെ കോർത്തെടുക്കുക. ഇങ്ങനെ കോർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വലിക്കാൻ പ്രയാസം ഒക്കെ വരാം. ചിലപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതൊന്നും അധികം ടൈറ്റ് ആക്കാതെ വെക്കണം. ഇതുപോലെ പതുക്കെ കോർത്തെടുക്കാം. പ്ലാസ്റ്റിക് റിബൺ നമ്മൾ കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് റിബൺ പെട്ടെന്ന് മടങ്ങിപ്പോകും, നല്ല പെട്ടെന്ന് മടങ്ങുക, അതുപോലെ ചുളിവ് വരിക, അതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് റിബണോട് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ 4 റിബൺ ഇതുപോലെ കോർത്തെടുത്തു. ഇപ്പോൾ നമുക്ക് നല്ല രസമുള്ള ഒരു ഇതളൊക്കെ ഉള്ള ഒരു ഫ്ലവറിൻ്റെ കുറച്ച് ഭാഗം കിട്ടി. ഇനി നമ്മൾ വരുന്ന ഈ ചെറിയ ബ്ലൂ റിബണും അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ വെച്ച ഈ പിങ്ക് റോസ് കളറുള്ള ഈ റിബണും പിന്നെ അതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമുക്ക് ആ വലിയ 4 പീസ് മാത്രം അവിടെ ബാലൻസ് മതി, ബാക്കിയുള്ള ഈ പീസുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഈ 4 പീസുകൾ മാത്രം ബാക്കി വെച്ചിട്ട് നല്ല ഒരു ഫ്ലവർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഈ 4 പീസ് എടുത്തിട്ട് നേരെ നമ്മൾ സൈഡ് മാറ്റിയതിന് ശേഷം ഈ പീസ് നമ്മൾ നേരെ നോക്കണത് മടക്കുന്നത് നോക്കണം. നമ്മൾ നേരെ ഇങ്ങോട്ട് മടക്കി ഇനി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം തിരിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മടക്കണം. ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര അധികം ഇതുപോലെ ഞാനിപ്പോൾ കുറച്ച് അധികം വലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വലിക്കരുത്, ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ വെക്കുക. ഇതുപോലെ കുറഞ്ഞൊന്ന് ലൂസിൽ വെക്കുക. പിന്നെ നമുക്കത് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ അങ്ങനെ വെക്കുന്നത്. ഇതുപോലെ മടക്കുക. ഇങ്ങനെ നമുക്ക് ഈ 4 പീസ് ഇതുപോലെ മടക്കിയിട്ട് കോർത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 4ാമത്തെ പീസാണ് ഇങ്ങനെ കോർത്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ 4 പീസും ഇപ്പോൾ കോർത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ സൈഡ് മാറ്റിയിട്ട് പിടിക്കാം. സൈഡ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഈ കോർത്ത ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അതായത് ഇതുപോലെ പതുക്കെ വലിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 സൈഡും ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് സൈഡ് മാറ്റിയിട്ട് പിടിക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ കോർത്ത് അതിൻ്റെ അതേ വഴിയിലൂടെ തന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ കോർത്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കോർത്ത് വെച്ച ആ വലിയ പീസ് ഒന്നുകൂടെ ടൈറ്റ് ആവുകയും ചെയ്യും, നമുക്ക് പുതിയൊരു ലെയർ ഇതുള്ള കൂടെ ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 2 കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ 4 പീസും ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഈ 4 പീസുകളും ഒന്ന് വലിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഈ ചെറിയ ഇതളിനോട് ചേർത്തിട്ട് വയ്ക്കുക. ഇതുപോലെ ചേർത്തിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ഈ പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അടിയിലുള്ള വലിയ പീസുകളെല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണോടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിനകത്തേക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.